ഇന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തിരിക്കുകയാണ്. 10 വർഷങ്ങൾക്കു ശേഷം ഒരു UDF മന്ത്രിസഭ അധികാരത്തിലെത്തുന്നു. 10 വർഷങ്ങൾ അധികാരം ഒരു ലഹരിയാക്കി ജനങ്ങളുടെയും പാർട്ടി നേതാക്കളുടെയും ഒരു പേടി സ്വപ്നമായി വിരാജിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒതുങ്ങിക്കൂടി ഒരറ്റത്തിരുന്ന് പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കാണും. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പോലും പിണറായിക്ക് നൽകാതെ കഴുത്തിനു പിടിച്ച് പുറത്താക്കണമെന്ന് അണികൾ തന്നെ മുറവിളി കൂട്ടുമ്പോൾ പഴയ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ആത്മാവ് മറ്റേതോ ലോകത്തിരുന്ന് സന്തോഷിക്കുന്നുണ്ടാകണം. കോടിയേരിയുടെ അന്ത്യാഭിലാഷമനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തലസ്ഥാനത്ത് പൊതുദർശനത്തിനു വയ്ക്കാതെ പയ്യാമ്പലത്ത് സംസ്കരിച്ചിട്ട് ആ ചിത അണയുന്നതിന് മുമ്പേ കുടുംബസമേതം വിദേശ സർക്കിട്ടിന് പോയ പിണറായി വിജയന്റെ നെറികേട് ഇനിയും ചർച്ച ചെയ്യണം സഖാക്കളും കേരളവും. CPM-നെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം. കടുത്ത രോഗാവസ്ഥയെ മറികടന്ന് കോടിയേരി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്തായി. കോടിയേരിയുടെ വിയോഗത്തിൽ ആദരമർപ്പിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് CPM ഒരു വാർത്താക്കുറിപ്പിറക്കി. ആ വാർത്താക്കുറിപ്പിൽ ഒരു കാര്യം അടിവരയിട്ട് പറഞ്ഞിരുന്നു. ഡോക്ടർമാർ നിർദ്ദേശിച്ചതുകൊണ്ടാണ് കോടിയേരിയുടെ ഭൗതിക ശരീരം ചെന്നൈയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയത്. തിരുവനന്തപുരത്ത് കോടിയേരിയുടെ ഭൗതിക ശരീരത്തിന്റെ പൊതുദർശനം ഒഴിവാക്കിയതിൽ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള വിശദീകരണമായിരുന്നു അത്. എന്തുകൊണ്ടാണ് CPM-ന് അങ്ങനെ ഒരു വിശദീകരണം നൽകേണ്ടി വന്നത്? കോടിയേരിയോട് അദ്ദേഹം അർഹിക്കുന്ന നീതി പാർട്ടി പുലർത്തിയിട്ടുണ്ടോ? കോടിയേരിയുടെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് 2022 ഒക്ടോബർ 1 രാത്രി 8 മണിയോടെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. സൗമ്യനും മാനുഷികമായ നേതൃശൈലിയിലൂടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സ്വീകാര്യനുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് മരിക്കുമ്പോൾ പ്രായം 69. കോടിയേരിയുടെ ഭൗതിക ശരീരം പിറ്റേന്ന് രാവിലെ തലശ്ശേരിയിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ അറിയിച്ചത്. 2-ാം തീയതി രാവിലെ 11 മണിയോടെ എയർ ആംബുലൻസിൽ ഭൗതിക ശരീരം കണ്ണൂരിലെത്തിക്കുമെന്നും പിന്നീട് തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്നും 3-ാം തീയതി വൈകിട്ട് 3 മണിക്ക് പയ്യാമ്പലത്ത് സംസ്കരിക്കുമെന്നുമായിരുന്നു പാർട്ടിയുടെ അറിയിപ്പ്. 2-ാം തീയതി 12:55 കോടിയേരിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് കണ്ണൂർ വിമാനത്താവളത്തിലെത്തി. 12:20 വിമാനത്തിൽ തിരുവനന്തപുരത്തു നിന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കണ്ണൂരിലെത്തിയിരുന്നു. പിണറായി തന്നെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി. വിമാനത്താവളം മുതൽ തലശ്ശേരി ടൗൺ ഹാൾ വരെയുള്ള 25.5 കിലോമീറ്റർ ദൂരം കോടിയേരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നിരുന്നു. തലശ്ശേരി ടൗൺ ഹാളിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. ആയിരങ്ങളാണ് ടൗൺ ഹാളിലും കോടിയേരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. രാത്രി വീട്ടിലേക്ക് കൊണ്ടുപോയ ഭൗതിക ശരീരം പിറ്റേന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് പയ്യാമ്പലത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. അന്നു ചേർന്ന അനുസ്മരണ യോഗത്തിൽ പിണറായി വല്ലാതെ വികാരാധീനനായിരുന്നു. പ്രസംഗം പോലും പൂർത്തിയാക്കാൻ പിണറായിക്കായില്ല. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം കോടിയേരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അനുശോചന യോഗങ്ങൾ നടന്നു. ഇനി കോടിയേരി ഇല്ല എന്ന യാഥാർത്ഥ്യം അണികളിൽ പലർക്കും ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അത്രയേറെ വൈകാരികമായിരുന്നു കോടിയേരിയുടെ അന്ത്യയാത്ര. കോടിയേരിയുടെ സംസ്കാരത്തിനു ശേഷം വിമർശനങ്ങളും സംശയങ്ങളും ഉണ്ടായി. കോടിയേരി ഇതിനേക്കാൾ നല്ലൊരു യാത്രയയപ്പ് അർഹിച്ചിരുന്നു എന്ന് പരസ്പരം പറഞ്ഞു പലരും. കോടിയേരിയുടെ ചിത കത്തിത്തീരുന്നതിനു മുൻപ് പിണറായി വിജയൻ കുടുംബസമേതം വിദേശയാത്രയ്ക്ക് പോയതാണ് എല്ലാവരെയും ചൊടിപ്പിച്ചത്. പതിറ്റാണ്ടുകളോളം കൂടെ നടന്ന ഒരു സഹപ്രവർത്തകനോട് ഇങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം. പക്ഷേ പിണറായി വിജയൻ എന്ന മനുഷ്യനിലെ സ്വാർത്ഥത അറിയാവുന്നവർക്ക് അതൊരു അത്ഭുതമായി തോന്നിയില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം പ്രസിദ്ധീകരിച്ച വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ചെന്നൈയിൽ വെച്ചാണ് സഖാവിന്റെ അന്ത്യമുണ്ടായത്. ദീർഘനാളത്തെ രോഗാവസ്ഥ സഖാവിന്റെ ശരീരത്തെ ഏറെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മരണശേഷം ഒരു നീണ്ട യാത്ര ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അതുകൊണ്ടാണ് ചെന്നൈയിൽ നിന്ന് തലശ്ശേരിയിലേക്കും അവിടെ നിന്ന് കണ്ണൂരിലേക്കും കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തത്. ഇതായിരുന്നു വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. അനുശോചന യോഗങ്ങളിൽ പാർട്ടി അണികളോടും ഇക്കാര്യം ആവർത്തിച്ച് വിശദീകരിക്കാൻ പാർട്ടി തീരുമാനിച്ചത് വിമർശനങ്ങളിൽ അപകടം മനസ്സിലാക്കി തന്നെയാണ്. ബിരുദ പഠനകാലം തൊട്ട് പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ സ്ഥിര താമസവും കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്തായിരുന്നു. എന്നു മാത്രമല്ല, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി
AKG സെന്ററിനടുത്തുള്ള പാർട്ടിയുടെ ഫ്ളാറ്റിലായിരുന്നു താമസം. സ്വാഭാവികമായും തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കോടിയേരിക്ക് അവിടെ അന്ത്യദർശനത്തിനുള്ള സൗകര്യം പാർട്ടി ഒരുക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു. ദീർഘകാലത്തെ അനാരോഗ്യവും കടുത്ത ചികിത്സാ രീതികളും ഭൗതിക ശരീരത്തിന്റെ അവസ്ഥ മോശമാക്കിയിട്ടുണ്ടാകാമെന്നായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായം. അവസാന ദിവസങ്ങളിൽ പനിയും അണുബാധയും ഉണ്ടായിരുന്നതുകൊണ്ട് എംബാം ചെയ്താലും ഭൗതിക ശരീരത്തിന് മതിയായ പരിരക്ഷ ആവശ്യമാണെന്നായിരുന്നു ഫോറൻസിക് വിദഗ്ധരുടെയും അഭിപ്രായം. 8-ാം തീയതി രാത്രി മരണം സ്ഥിരീകരിച്ചിട്ടും സംസ്കാരം നടത്തിയത് 10-ാം തീയതി വൈകിട്ടാണ്. ഈ സമയത്തിനുള്ളിൽ എയർ ആംബുലൻസിൽ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വയ്ക്കാമായിരുന്നു. കോടിയേരിയുടെ കുടുംബം അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ അറിയിച്ചെങ്കിലും അവരത് പരിഗണിച്ചില്ല. അതിനിർണായക ഘട്ടത്തിൽ പാർട്ടിയെ നയിച്ച തുടർഭരണ ചരിത്രത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച കോടിയേരിയുടെ അന്ത്യയാത്രയിൽ CPM എന്തുകൊണ്ടാണ് അലംഭാവം കാട്ടിയത് എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം ഇന്നുമില്ല. പക്ഷേ ഭൗതിക ശരീരം തലസ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരുന്നതിൽ മാത്രമല്ല, അന്ത്യയാത്രയുടെ പേരിലും പാർട്ടിക്ക് അസാധാരണമായ വിശദീകരണം നൽകേണ്ടി വന്നു. 2-ാം തീയതി 1 മണിക്ക് ശേഷം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്രയിൽ കോടിയേരിക്ക് ആദരമർപ്പിക്കാനായി ആയിരക്കണക്കിന് ആളുകൾ പാർട്ടി നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ തടിച്ചുകൂടിയിരുന്നു. മട്ടന്നൂർ, കതിരൂർ, തൊക്കിലങ്ങാടി, കൂത്തുപറമ്പ് തുടങ്ങിയ വൻ ജനക്കൂട്ടമുണ്ടായിരുന്ന ഇടങ്ങളിൽ പോലും ഭൗതിക ശരീരം വഹിച്ച വാഹനം കൂടുതൽ സമയം നിർത്തിയില്ല. രാത്രി 10 മണിവരെ ഭൗതിക ശരീരം തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. അപ്പോഴൊക്കെ പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോയി. 3-ാം തീയതി രാവിലെ 10 മണിക്ക് തന്നെ ഭൗതിക ശരീരം വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിലേക്ക് കൊണ്ടുപോയി. ദേശീയ നേതാക്കളും മറ്റു പാർട്ടി നേതാക്കളുമൊക്കെ അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഇവിടെ വെച്ചാണ്. പയ്യാമ്പലത്തേക്കുള്ള വിലാപയാത്ര 2 മണിക്ക് തന്നെ തുടങ്ങി. ഔദ്യോഗിക ബഹുമതികളെല്ലാം പൂർത്തിയാക്കി 3:40 പയ്യാമ്പലത്ത് സംസ്കരിച്ചു. 5 മണിയോടെ അനുസ്മരണ സമ്മേളനം കഴിഞ്ഞ് നേതാക്കളെല്ലാവരും പിരിഞ്ഞു. മുമ്പ് തീരുമാനിച്ച സമയത്തിനുള്ളിൽ കൃത്യമായി തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തികഞ്ഞ അച്ചടക്കത്തോടെ ജനങ്ങൾ സഹകരിച്ചതുകൊണ്ടാണ് എന്നാണ് CPM പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിൽ രാവിലെ മുതൽ ജനങ്ങൾ ഒഴുകിയെത്തിയെന്നും മൃതദേഹം എടുക്കേണ്ട സമയമായി 2 മണിക്ക് ശേഷവും ക്യൂ അവസാനിച്ചിരുന്നില്ലെന്നും ക്യൂവിൽ കാത്തുനിന്നവരോട് റോഡിന്റെ ഇരുവശത്തും അണിനിരന്നാൽ വാഹനത്തിൽ നിന്ന് കാണാമെന്ന് ജില്ലാ സെക്രട്ടറി അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് വിലാപയാത്ര ആരംഭിച്ചതെന്നും പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ തിടുക്കത്തിന്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുമില്ല. എല്ലാ ജോലികളും മാറ്റിവെച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയവരോട് പാർട്ടി ഇത്രയും കാർക്കശ്യം കാണിച്ചത് എന്തിനായിരുന്നു? അതിനും മറുപടിയില്ല. അന്ത്യനിമിഷങ്ങളിലെ ആദരവിനേക്കാൾ സമയക്രമം പാലിക്കാൻ പാർട്ടി നേതാക്കൾ നിർബന്ധം പിടിച്ചത് എന്തിനാണ്? അതിനും മറുപടിയില്ല. തലശ്ശേരി ടൗൺ ഹാളിൽ 6.25 മണിക്കൂറും പിറ്റേന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 2.25 മണിക്കൂറുമായി 10 മണിക്കൂർ മാത്രം പൊതുദർശനത്തിനും ആദരാഞ്ജലിക്കും സമയം നിശ്ചയിച്ചത് എന്തിനായിരുന്നു? അതിനും ഉത്തരമില്ല. ഇതൊക്കെ അലോസരമുണ്ടാക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും മനസാക്ഷി അനുവദിക്കുമെങ്കിൽ അവഗണിക്കാം. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ആക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും കയ്യേറ്റം ചെയ്തുമൊക്കെ നിശബ്ദരാക്കും. പക്ഷേ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. മാറ്റിവെച്ച വിദേശയാത്രയ്ക്ക് പോകുന്നതിലും ആരൊക്കെയാണ് കൂടെ പോകുന്നത് എന്നുള്ളതിനും പിണറായി വിജയൻ മറുപടി പറയണമായിരുന്നു. പിണറായി വിജയൻ പോയത് വിനോദയാത്രയല്ല, വിദേശയാത്രയാണ് എന്ന് ന്യായീകരിച്ച പാർട്ടിയും മറുപടി പറഞ്ഞിരുന്നില്ല. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ വികസനം തീരുമാനിക്കുന്നതിൽ പിണറായി വിജയന്റെ ഭാര്യയ്ക്കും മകൾക്കും ചെറുമകനുമുള്ള പങ്കെന്തായിരുന്നു? ഒക്ടോബർ 3-ന് കോടിയേരിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞയുടനെ 5:15 മടങ്ങിപ്പോയ പിണറായി വിജയൻ അന്നു തന്നെ വിദേശയാത്രയ്ക്ക് പോകുകയാണ് എന്നുള്ള യാതൊരു ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓരോ ദിവസത്തെയും പരിപാടി കൃത്യമായി പ്രസിദ്ധീകരിക്കുന്ന ഓഫീസും ഇതേക്കുറിച്ച് മിണ്ടിയില്ല. 7:15 കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട പിണറായി വിജയൻ 8:20 ഒരു സ്വകാര്യ കമ്പനിയുടെ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് തിരിച്ചു. കൂടെ ഭാര്യയും മകളും ചെറുമകനും പേഴ്സണൽ സ്റ്റാഫ് അംഗവും. 9:20 കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങിയതിനു ശേഷം പുലർച്ചെ 3 മണിക്ക് ദോഹ വഴി നോർവേയിലേക്ക് പുറപ്പെട്ടു പിണറായിയും കൂട്ടരും. കണ്ണൂരിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് കൊച്ചിയിലേക്ക് വരണമെങ്കിൽ ചെലവ് കുറഞ്ഞത് 5.5 ലക്ഷം രൂപയാകും. ഈ പണം മുടക്കിയത് പൊതുഖജനാവിൽ നിന്നാണോ പിണറായി വിജയന്റെ പോക്കറ്റിൽ നിന്നാണോ അതോ ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയായിരുന്നോ എന്നുള്ളത് ഇന്നും അവ്യക്തമാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചാർജ് അടക്കം മുഴുവൻ തുകയും അടച്ചിരിക്കുന്നത് സ്വകാര്യ വ്യവസായ ഗ്രൂപ്പിന്റെ പേരിലാണ്.
സർക്കാരിൻ്റെ ചിലവിലായിരുന്നാലും സ്വകാര്യ വ്യവസായ ഗ്രൂപ്പിൻ്റെ ഔദാര്യം പറ്റിയിട്ടായിരുന്നാലും കുടുംബത്തോടൊപ്പമുള്ള പിണറായി വിജയൻ്റെ ആ യാത്ര അധികാര ദുർവിനിയോഗം തന്നെയാണ്. 2 ആഴ്ച നീണ്ടു ആ വിദേശ വിനോദയാത്ര. രാഷ്ട്രത്തലവന്മാരുടെ പങ്കാളികൾ വിദേശയാത്രയിൽ അവരെ അനുഗമിക്കുന്നത് പതിവാണ്. പക്ഷേ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമാണ്. ഔദ്യോഗിക യാത്ര എന്ന പേരിൽ കുടുംബത്തോടൊപ്പം വിദേശ സർക്കിട്ട് അടിക്കുന്നത് അധികാര ദുർവിനിയോഗമല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാൻ അന്ന് പാർട്ടിയിൽ ഒരാൾ പോലും ധൈര്യപ്പെട്ടില്ല. പിണറായി വിജയൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന വിധേയത്വമായിരുന്നു അന്ന് പലർക്കും. കോടിയേരിയുടെ വിയോഗ വാർത്ത അറിഞ്ഞയുടൻ മുഖ്യമന്ത്രി വിദേശയാത്ര നീട്ടിവെക്കുകയും അന്ത്യോപചാര ചടങ്ങുകൾക്ക് നേരിട്ട് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. സംസ്കാരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം പിണറായി വിജയൻ കുടുംബസമേതം നടത്തിയ വിദേശയാത്രയെയും സ്വകാര്യ ഹെലികോപ്റ്റർ യാത്രയെയും ന്യായീകരിക്കുകയായിരുന്നു അന്ന് പാർട്ടി ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പദവിക്ക് കിട്ടുന്ന അവകാശാധികാരങ്ങളിൽ തീർത്തും സ്വകാര്യ വ്യക്തികളായ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ചെറുമകനും പങ്കാളികളാകുന്നത് എങ്ങനെയാണ്? ഇതിലൊന്നും ഒരു പങ്കാളിത്തവുമില്ലാത്ത കമലയും വീണയും ഇഷാനുമാണ് നോർവേ പാർലമെന്റിലും നോബൽ പീസ് സെന്ററിലുമൊക്കെ പിണറായി വിജയനോടൊപ്പം നിന്നത്. മകളും ചെറുമകനും ഭാര്യയും വിനോദയാത്രയ്ക്കായിരുന്നു പോയതെങ്കിൽ അതിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പദവിയുടെ പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഉപയോഗപ്പെടുത്തിയത് എന്തിനായിരുന്നു? അതിനു മുമ്പ് നിയമസഭയിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അന്ന് നൽകിയ ഉത്തരം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ യാത്രാ ഇനത്തിൽ പൊതു ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നായിരുന്നു. അത് വാക്കാൽ നൽകിയ ഉത്തരം മാത്രമായിരുന്നു. മറ്റേതെങ്കിലും ഒരു നേതാവാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ CPM നേതാക്കൾ അവരെ വെറുതെ വിടുമായിരുന്നോ എന്ന് കേരള സമൂഹം ചിന്തിക്കണം. ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് തന്നോട് ആരും ചോദിക്കില്ല എന്ന് പിണറായി വിജയൻ ഉറപ്പുണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് പിണറായി വിജയൻ കഴിഞ്ഞ 10 കൊല്ലം അഴിഞ്ഞാടിയത് കേരളത്തിൽ. എന്തായാലും ഒന്നുമല്ലാത്ത പിണറായി വിജയനെ വേദിയിലിരുത്തി മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുന്ന UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജില്ലാ നേതൃത്വം പോലും പിണറായി വിജയനെയും ഗോവിന്ദനെയും ഇറക്കി വിടണം എന്ന് ആക്രോശിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കോടിയേരിയുടെ ആത്മാവായിരിക്കും എന്നുറപ്പാണ്.